ഐവറി ക്രീം സാരിയിൽ നല്ല പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ ക്രഷ് സിൽക്കാണ്, സോഫ്റ്റ് ക്രഷ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. അതിൽ ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും ഒരു ബ്രിഡ് സ്ട്രോക്ക് പാറ്റേണിൽ ഡബിൾ സൈഡിലും ഒരു ബോർഡർ ആയിട്ട് വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഒരു തിൻ ലൈൻ പാറ്റേണാണ് വരുന്നത്. വുവൺ ഡിസൈൻസിലായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ്. ഞാൻ ക്ലോസറിൽ കാണിക്കാം. സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. ഡബിൾ സൈഡിലും ഈ ഒരു ഫ്ലോറൽ പാറ്റേണിലായിരിക്കും ഒരു ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലാട്ടോ. സാരിയുടെ ടെക്സ്ചർ പറയുകയാണെങ്കിൽ തിൻ ഒരു ലൈൻ പാറ്റേണിലാണ് സാരിയുടെ ബോഡി വന്നിട്ട് ഒരു ക്രംബിൾ ഫീലാണ്, ക്രഷ് ഫീലാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതായിരിക്കും ബോർഡർ വരുന്നത്. നല്ലൊരു മൾട്ടി കളറിൽ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും. അതേ സ്റ്റൈൽ തന്നെ കേട്ടോ. സാരിയുടെ മുന്താണിയും സെയിം ഇതേ ബോർഡർ ആയിരിക്കും. അപ്പുറം ലോവറും ഇതേ പാറ്റേൺ തന്നെ വന്നിട്ട് ബോഡി വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും വരും. പല്ലു ഈ ഒരു ലുക്കിലായിരിക്കും. ഇതിന്റെയും ഈ ഒരു കോമ്പിനേഷൻസിൽ ചേഞ്ച് വരാം കേട്ടോ ഇവിടുന്ന്. കാരണം നമ്മൾ റാൻഡും ആയിരിക്കും അയക്കുന്നത്. ഡിസൈനും പാറ്റേണും എല്ലാം സെയിം തന്നെ ആയിരിക്കും. നെക്സ്റ്റ് സാരി സോഫ്റ്റ് ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. നല്ല പാറ്റേണിലാട്ടോ സാരി വരുന്നത്. ഇതും ഒരു മൾട്ടി കളർ എന്ന് നമുക്ക് പറയാം. സാരിയിൽ നല്ല ഡിസൈൻസിലാണ് പേസ്ലി മോട്ടീവ്സ് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു റെഡിഷ് മെറൂൺ, മസ്റ്റേർഡ് യെല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നെക്സ്റ്റ് സാരി ഐവറി ക്രീം ആണ് സാരിയുടെ ബേസ് വരുന്നത്. കളറിൽ നല്ല പാറ്റേണിലാണ് ത്രെഡ് വർക്ക് ആട്ടോ സാരി വരുന്നത് ഫുള്ളും. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ബേബി പിങ്ക് ആണ് കളർ കേട്ടോ. അതിൽ സെയിം ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെയുള്ള ത്രെഡ് വർക്ക് ആണ്, ത്രെഡ് എംബ്രോയിഡറി.